തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരി കൊണ്ടുള്ള മോരുകറിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 വെള്ളരി ചെത്തി ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളരി മോരുകറി വെക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു 5-10 മുളക്, കാരണം പച്ചമുളക് കൂടുതൽ വേണം, നമ്മൾ മുളക് പൊടി അധികം ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് അധികമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വെളുത്തുള്ളി, അതിൽ കുറച്ച് നമ്മൾ തേങ്ങ അടിക്കുമ്പോൾ അതിലേക്ക് ഇടും, ബാക്കി ഇതിലേക്ക് ഇട്ട് വേവിക്കാൻ നേരത്ത് അങ്ങനെ എടുക്കും. കുറച്ച് വേപ്പില, പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഉപയോഗിക്കുള്ളൂ, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു ലേശം ഉലുവപ്പൊടി, പിന്നെ നമ്മൾ കായപ്പൊടി, കായം കുറച്ച് നമ്മൾ കായപ്പൊടി ഇടും, ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ നമ്മൾ വെള്ളരി അരിഞ്ഞ് കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് മൺകലത്തിലേക്ക് ഇടണം. മൺകലത്തിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ മൺകലത്തിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച വെള്ളരി പീസുകൾ ഇട്ട് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ലേശം കായപ്പൊടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കാൻ പോകുന്നു. ഇത് നന്നായിട്ട് വറ്റി വരട്ടെ. ഇത് മൂടി വയ്ക്കണം, ഇവിടെ ഇരുന്ന് വറ്റട്ടെ. നമ്മളിതിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്കത് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള തൈരാണ് ഒഴിച്ച് വെക്കുക, വെള്ളം ഒഴിച്ചടിക്കില്ല. കാരണം മോരുകറിക്ക് എപ്പോഴും നമ്മൾ തൈര് ഒഴിച്ചടിക്കുമ്പോൾ അത് വേഗം അടിഞ്ഞ് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾക്ക് എളുപ്പവുമാണ്, അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും തൈര് ഒഴിച്ച് തന്നെ തേങ്ങ അടിക്കാറുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളിയാണ് അതിൽ കഷ്ണത്തിലേക്ക് ഇട്ടാക്കുന്നത്. ബാക്കി വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി നമുക്ക് ഇത് അടച്ചു വെച്ച് മിക്സിയിൽ അത് അടിച്ചെടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കുറച്ച് നമുക്ക് വേപ്പിലയും കൂടി എടുത്ത് അടിക്കണേലിടാം. ഒരു ടേസ്റ്റാണത്. നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അത് അരിച്ച് ഒഴിക്കുക. പാലായിട്ടാണ് നമ്മളെടുക്കുക. നമ്മൾ കുറച്ച് അത് അരിക്കാതെയും ഒഴിക്കും. കാരണം അപ്പം നമ്മളത് അരിച്ചെടുക്കുകയാണ്. നമ്മൾ കുറച്ചടിക്കാതെ ഒഴിക്കുന്നത് നമ്മൾ ശരിക്കും മോരുകറി അരച്ചല്ല വയ്ക്കുക. അപ്പോൾ അരച്ച് വയ്ക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അത് അരിക്കാതെ ഒഴിക്കും. ഇനി നമ്മളിത് രണ്ടാമത് പിഴിഞ്ഞെടുത്ത്, അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ട് ഈ പിഴിഞ്ഞെടുത്ത ഇത് കുറച്ചും കൂടെ തൈരുണ്ട്, അപ്പോൾ അതും കൂടെ ഇട്ടടിച്ച് രണ്ടാമതും അടിച്ച് നമ്മളങ്ങനെ അതിൻ്റെ അത് മുഴുവൻ കിട്ടുന്നവരെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉള്ളത് പിഴിഞ്ഞ് നമ്മൾ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തൈരും തേങ്ങയും കൂടി അടിച്ചു വെച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് മറിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി തിള വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കത്
അതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ അങ്ങോട്ട് മാറും. അപ്പം ഇങ്ങനെ ഇത്തിരി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ്, ഉറവിച്ച് പുറത്തൊന്നും വാങ്ങാറില്ല. അപ്പോൾ വേണമെങ്കിൽ ഈ പുളി തലേദിവസം ഉറവിച്ച് വെക്കുന്ന തൈരാണ്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവുള്ളൂ. അഥവാ നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഇത്തിരി പുളി കൂടുതലാണെങ്കിൽ ലേശം പഞ്ചസാര ഇടാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. കാരണം ഒരു ലേശം മധുരവും കൂടെ ആകുമ്പോൾ അങ്ങനെ അത് ടേസ്റ്റാണ്. ഇവിടെ ഞാൻ എപ്പോഴും അങ്ങനെ പോരെങ്കിൽ ഇത്തിരി മധുരം പഞ്ചസാര ഇടാറുണ്ട്. വേണമെങ്കിൽ ചെയ്യാട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇതായി വെട്ട് വരുമ്പോൾ നമ്മളൊരു ലേശം കായപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ലേശം മതി. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളിൽ നിന്നൊക്കെയുള്ള കളറ് ഇങ്ങനെ മഞ്ഞ കളറൊക്കെ ഇളകണമെന്നുണ്ടെങ്കിൽ ആ കഷ്ണത്തിൽ നിന്ന് വരണം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ തൈരും തേങ്ങയും കൂടെ അടിച്ചൊഴിക്കുമ്പോൾ ഒരു വെള്ള കളറായിരിക്കും. അതിങ്ങനെ നമ്മൾ അതിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച് അതിൽ നിന്ന് കളർ ഇളകണം. അപ്പോഴാണ് നന്നായിട്ട് മഞ്ഞ കളറായിട്ട് വരും. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഓഫാക്കാം. കുറച്ച് സമയം ഇതാ തിള വന്ന് നമ്മൾ ഓഫാക്കിയാണ്. കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. നമ്മളിത് വറവിടാനായിട്ട് റെഡിയാക്കിയാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ കടുക് പൊട്ടി ഉലുവയും ശരിയായിട്ട് വന്നിട്ടുണ്ട്, റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കണം. ഉണക്കമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പം വൃത്തിയായിട്ടാക്കണം. പിന്നെ നമ്മളിത് കരിച്ചെടുക്കേണ്ടത് കറി തിളച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഓഫാക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗവിൽ നിന്ന് നോക്കണം. കാരണം അല്ലെങ്കിൽ ആ ചൂടുകൊണ്ട് കൂടുതൽ ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ലേശം സമയം മാറ്റി വെച്ചിട്ട് അത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എനിക്ക് ചില സമയത്തൊക്കെ അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ വറവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ അകത്തേക്ക് ഇത് വറവഴിക്കണം. എല്ലാവരും ഒന്ന് പുറത്തിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ മോരുകറി എന്ന് നമ്മൾ ഇരിക്കും തോറും നല്ല ടേസ്റ്റായിട്ട് വരും. ഒന്ന് കുറുകി വരും. പിന്നെ ഇപ്പോൾ ഓൾറെഡി ആവശ്യത്തിനുള്ള കുറുകലുണ്ട്. പക്ഷേ ഇരിക്കും തോറും അതൊന്നും കൂടി കുറുകിയിട്ട് നല്ല ടേസ്റ്റായി ഇരിക്കും തോറും ടേസ്റ്റ് വരുന്ന ഒരു കറിയാണ് മോരുകറി. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എന്നെ പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.